അങ്ങനെ ഇന്ന് ഞാനും എൻ്റെ ഇക്കും കൂടെ പോകാനായിട്ട് പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഈവനിങ് ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഇക്കുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന്. പക്ഷേ ഈ പാവപ്പെട്ടോന് അറിഞ്ഞുകൂടെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊണ്ടുപോകുന്നതെന്നുള്ളത്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ജെർഫിലുള്ള ഗ്രാൻഡ് സ്പൈസി റെസ്റ്റോറൻറ്റിലോട്ടായിരുന്നു. അവിടെ ചെന്നിട്ട് നോർമലി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് ഫുഡിന് പകരം വന്നത് കേക്കായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഇക്കു നല്ല രീതിക്ക് ഷോക്കായിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഇക്കുവിന് ഒരു ക്ലൂ പോലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നോർമലി ഫുഡ് കഴിക്കാൻ പോകുന്നത് പോലെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്കും ഗിഫ്റ്റും ഒക്കെ കണ്ടപ്പോൾ എൻ്റെ ഇക്കു നല്ല രീതിക്ക് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഇക്കുവിൻ്റെ ഹാപ്പിനെസ് കണ്ടപ്പോഴത്തേക്ക് ഞാനും അതിൽ കൂടുതൽ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും പോകുന്നത് ആ ഒരു റെസ്റ്റോറൻറ്റിലെ മാനേജർ ചേട്ടനാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ മെസ്സേജ് അയച്ച് പറഞ്ഞപ്പോൾ തന്നെ എല്ലാം സെറ്റ് ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇക്കുവിന് നല്ല രീതിക്ക് സർപ്രൈസ് ആവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം എന്തായാലും എനിക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായിട്ട് ഞാനും എൻ്റെ ഇക്കും ഓർഡർ ചെയ്തത് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡൈനാമൈറ്റ് മന്തിയായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഇക്കും കൂടെ ചേർന്നിട്ട് നല്ല രീതിക്ക് മന്തി കഴിച്ച് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനും എൻ്റെ ഇക്കും തിരിച്ചു പോയപ്പോൾ ഓക്കെ ബൈ.